2011 നവംബർ 15 രാത്രി 11 മണി. അന്ന് സന്താളി ആദിവാസി മേഖലയിലെ പജവാര ഗ്രാമത്തിൽ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് ജീസസ് ആൻഡ് മേരി സഭാംഗമായിരുന്ന സിസ്റ്റർ വത്സ ജോണിനെ ഒരു കൂട്ടം ആളുകൾ വെട്ടിക്കൊലപ്പെടുത്തി. ആദിവാസി കുടിലുകൾക്ക് സമാനമായ ഒരു കുടിലിൽ താമസിച്ചുകൊണ്ട് അവരിൽ ഒരാളായി ശുശ്രൂഷ ചെയ്ത ഈ സന്യാസ സഹോദരിയുടെ സുഗന്ധം ആ ജനത തിരിച്ചറിഞ്ഞത് അവരുടെ വിയോഗശേഷമായിരുന്നു. ആ ജനതയുടെ സ്വരം നിലച്ചപ്പോഴായിരുന്നു. ജാർഖണ്ഡ് സംസ്ഥാനത്തെ ആദിവാസി ജനതയുടെ ഭൂമിയും അവകാശങ്ങളും കവർന്നെടുക്കുന്ന കമ്പനികൾ, സർക്കാരുകൾ, രാഷ്ട്രീയ നേതാക്കൾ എന്നിവരുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനായി ഈ സഹോദരി ആ ജനതയെ ബോധവാന്മാരാക്കി. ആ അധസ്ഥിത ജനതയോടൊപ്പം നിലകൊണ്ടതിന്, അവരുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിച്ചതിന് ഈ സഹോദരി രക്തസാക്ഷിണിയായി. ഫാദർ സ്റ്റാൻ സ്വാമിയെ തുറുങ്കിലടച്ചതും സമാനമായ ഒരു സംഭവമായിരുന്നല്ലോ. ആരും കടന്നു ചെല്ലാൻ ഇഷ്ടപ്പെടാത്ത ദുസ്സഹവും കൊടും ചൂഷണ വിധേയവുമായ ഇടങ്ങളിലേക്ക് സ്വന്തം ജീവനും ജീവിതവും തൃണവൽഗണിച്ചുകൊണ്ട് മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന മിഷനറിമാരെ കുറിച്ച്, സന്യസ്തരെ കുറിച്ച് ഈ ഭരണകൂടത്തിന് എന്തറിയാം? നിങ്ങൾ എത്രയൊക്കെ ഘനഗംഭീര ഭാഷയിൽ ഭീഷണി മുഴക്കിയാലും ക്രിസ്തുവിൻ്റെ വിമോചന സന്ദേശവുമായി ലോകാതിർത്തികളിലും ഉൾക്കാടുകളിലേക്കും പോകാൻ ആർജവത്വവും ധീരതയും പ്രകടിപ്പിക്കുന്ന ഈ സന്യാസ മിഷണറിമാർ ഇനിയും ഉണ്ടാവുക തന്നെ ചെയ്യും. ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാണെന്ന് അവകാശപ്പെടുന്ന ഭരണകൂടത്തോട് ഞങ്ങൾക്ക് പറയാനുണ്ട്. ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമല്ല, ഒരു മതേതര രാഷ്ട്രമാണ്. അതാണ് സെക്കുലറിസം, ഈക്വൽ റെസ്പെക്ട് ഫോർ ഓൾ റിലീജിയൻസ് ആൻഡ് സ്റ്റേറ്റ് ന്യൂട്രാലിറ്റി. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ അഥവാ ആമുഖത്തിൽ പറയുന്നത് ഇന്ത്യ ഈസ് എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇതിനെ ഗൗരവം കുറഞ്ഞ കാര്യമായി രാഷ്ട്രീയ ഭരണകൂടങ്ങൾ കാണരുത്. അന്നമാകേണ്ടവർക്ക് അന്നമാകാൻ വിളിക്കപ്പെട്ട ജീവിതങ്ങളാണ് സന്യസ്തരുടേത്. എത്താമായിരുന്ന എല്ലാ സാഹചര്യങ്ങളെയും സുവിശേഷത്തെ പ്രതി, ദൈവരാജ്യത്തെ പ്രതി ത്യജിച്ചവർ. പകരം വെക്കാൻ ഒരു ഭരണകൂടത്തിനുമാകില്ല, ഒരു പ്രത്യയ ശാസ്ത്രത്തിനും ആകില്ല. ക്രിസ്തീയത ഇനിയും തകർന്നിട്ടില്ല, തകരുകയുമില്ല. അതിനായി നിങ്ങൾ പരിശ്രമിച്ചാൽ അമ്പേ പരാജയപ്പെടുമെന്നത് തീർച്ച. അപമാനിച്ച് കൂപ്പുകുത്തിക്കാൻ ശ്രമിച്ചാലും തെരുവിൽ വലിച്ചിഴയ്ക്കപ്പെട്ടാലും ക്രിസ്തുവിൻ്റെ മണവാട്ടികൾക്ക് ഒരു പോറലും സംഭവിക്കാൻ പോകുന്നില്ല. ഭരണഘടന ആർട്ടിക്കിൾ 14 സമത്വം എന്ന പദം സൂചിപ്പിക്കുന്നത് നിയമത്തിൻ്റെ മുന്നിലെ തുല്യതയും തുല്യ നിയമ സംരക്ഷണവുമാണ്. ഇത് ന്യൂനപക്ഷങ്ങൾക്കും ബാധകമല്ലേ? സിസ്റ്റേഴ്സിനും ബാധകമാണ്. സ്വമേധയാ തന്നെ ക്രിസ്ത്യാനികളായിരുന്ന 3 പെൺകുട്ടികളെ മതപരിവർത്തനം ചെയ്യാൻ ഈ പാവപ്പെട്ട സിസ്റ്റേഴ്സ് തുനിഞ്ഞു എന്ന് പറയുന്നത് തന്നെ എന്തസത്യമാണ്! ഇതാണോ ആർഷജ്ഞാന സംസ്കാരം? ഇതിൻ്റെ പിന്നിലെ കാര്യം ഈ അധസ്ഥിതരായ പെൺകുട്ടികൾക്ക് സ്വരമില്ലാതായിപ്പോയി, അവരുടെ സഹോദരൻ്റെ സ്വരമില്ലാതായിപ്പോയി. അതുകൊണ്ട് ഭീഷണിയുടെ ഭാഷയിൽ കത്തോലിക്കാ സഭയോ സന്യാസത്തെയോ തകർക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ നാളിതുവരെയും സ്വരമില്ലാത്തവരുടെ സ്വരമായ സന്യസ്തർ ഇനിയും ഉയർത്തെഴുന്നേൽക്കും. കാരണം ഇത് ദൈവത്തിൻ്റെ സഭയാണ്, ദൈവം സ്ഥാപിച്ച ജീവിത ക്രമമാണ്. ബഹുമാനപ്പെട്ട സന്യസ്തരെ, നിങ്ങൾക്ക് ഞങ്ങളുടെ പിൻബലം എന്നും ഉണ്ടാകും. ഇത് ഒരു ബഥനി സന്യാസിനിയുടെ പിൻബലമാണ്. ബഥനി മിശിഹാനുകരണ സന്യാസിനി സമൂഹത്തിൻ്റെ മുഴുവൻ അംഗങ്ങളുടെയും ഊർജവും പ്രാർത്ഥനകളും നിങ്ങൾക്കൊപ്പം. നിങ്ങളുടെ ഈ ആത്മീയ രക്തസാക്ഷിത്വം ആഗോള സഭയ്ക്ക്, കണ്ണീരൊഴുക്കുന്ന ജനതയ്ക്ക് ആശ്വാസത്തിൻ്റെ നീർച്ചാൽ ആകട്ടെ.